So our first question, find the velocity of the particle for the time interval t equal to 5 to t equal to 10 seconds from the following graph. t equal to 5 second മുതൽ t is equal to 10 second വരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി കാണണം. So how to find velocity? Velocity is equal to displacement by time, like change in പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ടൈം എങ്ങനെയാണ് മാറുന്നത്? t1 ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ടു t2 ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. ഇനി t1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് എത്രയാണ്? 10 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറയാം. t2 എത്രയാണ്? 10 സെക്കൻഡ്. 10 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 20 മീറ്റർ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. സോ x2 is equal to 20 meter. So what is velocity? Velocity is equal to dx by dt. അതിനെങ്ങനെ മാറ്റി എഴുതാം? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. അപ്പോൾ x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്ന് എഴുതാം. സോ വാട്ട് ഇസ് x2 മൈനസ് x1? 20 മൈനസ് 10 ഡിവൈഡ് ബൈ 10 മൈനസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 10 divided by 5, that is equal to 2 എന്ന് കിട്ടും. So that is equal to what? 2 meter per second ആണ് ആൻസർ. Our next question, the displacement of a particle moving along x-axis given by x equal to 20t plus 10t square. Calculate the instantaneous velocity at t is equal to 2 seconds. So we have v is equal to dx by dt. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഡെറിവേഷൻ എന്ന് പറഞ്ഞു അല്ലെ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു. സോ ഇതിനെങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തുക? ഇതിന്റെ മീനിങ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ എക്സിന് സമയത്തിന് ആപേക്ഷികമായിട്ടാകുന്ന മാറ്റം, അതാണ് ഡി എക്സ് ബൈ ഡി ടി എന്ന വാക്കിന്റെ അർത്ഥം. അതിപ്പോ ഡി എക്സ് ബൈ ഡി വൈ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എക്സിന് വൈക്ക് ആപേക്ഷികമായിട്ട് ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ വൈ മാറുമ്പോൾ എത്രത്തോളമാണ് എക്സ് മാറുന്നത്, അതാണ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതിയുള്ള മീനിങ്. സോ ഡി എക്സ് ബൈ ഡി ടി മീൻസ് ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ. ഡി എ ബൈ ഡി ബി എന്താണ്? ഡി എ ബൈ ഡി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എ വിത്ത് റെസ്പെക്ട് ടു ബി, ബി മാറുന്ന സമയത്ത് എക്ക് വരുന്ന മാറ്റം എന്ന രീതിയിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി മാറുമ്പോൾ എക്സിന് വരുന്ന മാറ്റം, സമയം മാറുമ്പോൾ എക്സിന് വരുന്ന മാറ്റം. So d, that is equal to d by dt of x. X എത്രയാണ്? 20t plus 10t square ആണ്. And that is equal to d by dt of 20t plus d by dt of 10t square. ഇതിന് 20 കോൺസ്റ്റന്റ് ആണ്, 10 കോൺസ്റ്റന്റ് ആണ്. So 20 into d by dt of t plus 10 into d by dt of t square. ഇവിടെ സമയത്തിന് ആപേക്ഷികമായിട്ട് മാറുന്ന ക്വാണ്ടിറ്റി ഏതാണ്? അത് ടി സ്ക്വയർ ആണ്. കാര്യം 10 കോൺസ്റ്റന്റ് ആണല്ലോ. അതുപോലെ സമയത്തിന് ആപേക്ഷികമായിട്ട് മാറുന്ന ചെറിയ ഏതാണ്? അത് ടി ആണ്. റൈറ്റ്. അപ്പൊ 20 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ടി മാത്രമേ മാറുന്നുള്ളൂ. therefore dt by dt dt square by dt നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഡി എക്സ് റേസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ് എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? 20 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി അല്ലേ? ഇത് ടി റേസ് ടു 1 നമുക്ക് സങ്കല്പിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ടി റേസ് ടു 1 മൈനസ് 1. വാട്ട് ഈസ് 1 മൈനസ് 1? ഇറ്റ് ഈസ് ടി റേസ് ടു 0. 1 ഇൻറ്റു ടി റേസ് ടു 0 എന്ന് കിട്ടും. ടി റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1, ബി റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1, എക്സ് റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. എല്ലാം പവർ 0 എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. സോ 20 ഇൻറ്റു 1 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത എന്താണ്? അടുത്തത് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ആണ്. അപ്പൊ എൻ എത്ര? 2 ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് 1 എത്രയാ? 1 ആണ്. സോ 2 ഇൻറ്റു ടി റേസ് ടു 1 എന്ന് അഥവാ ഇത് 2t എന്ന് കിട്ടും. സോ പ്ലസ് 2, സോറി അതിന് മുമ്പായിട്ട് എന്തുണ്ട്? ഇവിടെ 10 ഉണ്ട് അല്ലെ? ഇവിടെ 10 ഇവിടെ ഉണ്ട്. സോ 10 ഇൻറ്റു 2t എന്ന് എഴുതാം.
So this is equal to what? 20 plus 20t എന്ന് കിട്ടും. So what is the velocity at time t is equal to 2 seconds? So if t is equal to 2 seconds, then velocity is equal to എന്ത് കിട്ടും? 20 plus 20 into, in place of t you can substitute what? 2. That is equal to what? 20 plus 40. Right? And what is 20 plus 40? 20 plus 40 is equal to 60. So 60 meter per second is the answer. Next one. A car travels with a velocity of 20 meter per second. The driver applies the brakes and the car comes to rest in 10 seconds. Calculate the retardation. What is retardation? It is called a negative acceleration. So retardation is also called a negative acceleration. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണെന്ത്? റിട്ടാർഡേഷൻ. അല്ലെങ്കിൽ വെലോസിറ്റി ക്രമമായിട്ട് കുറഞ്ഞു വരുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് എന്ത്? റിട്ടാർഡേഷൻ. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണ്? നമ്മൾ എന്താണ് കാണുന്നത്? എ കാർ ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ കാണുന്ന സമയത്തുള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ആണത് u ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദ ഡ്രൈവർ അപ്ലൈസ് ദ ബ്രേക്ക് ആൻഡ് ദ കാർ കംസ് ടു റെസ്റ്റ്. അപ്പോൾ വാഹനം നിന്നു. അപ്പോൾ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. സോ ഫൈനൽ വെലോസിറ്റി ഈസ് 0. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻസ് ഇൻ എ ടൈം ഓഫ് 10 സെക്കൻഡ്. സോ ടൈം t ഈസ് ഈക്വൽ ടു വാട്ട്? 10 സെക്കൻഡ്. എന്താണ് കണ്ടത്? റിട്ടാർഡേഷൻ. ആൻഡ് വാട്ട് ഈസ് റിട്ടാർഡേഷൻ? ഇറ്റ് ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ. Therefore a is equal to നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ എങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലെ? ഹൗ ടു ഫൈൻഡ് എ ചേഞ്ച്? എങ്ങനെ ചേഞ്ച് കാണുക? ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ എന്താണ്? v ആണ്. മൈനസ് ഇനീഷ്യൽ എന്താണ്? u. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v ആണ്. ഡിവൈഡ് ബൈ ഡെൽറ്റ t എത്രയാണ്? 10 സെക്കൻഡ് ആണ്. സോ let this be delta t again. That is equal to v is equal to 0 minus u is equal to 20 divided by delta t is equal to 10 seconds. That is equal to minus 20 by 10 is equal to minus 2 meter per second square. ഈ നെഗറ്റീവ് സൈൻ എന്ത് കാണിക്കുന്നു? ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നതാണ് ഇത് റിട്ടാർഡേഷൻ ആണെന്നുള്ളത്. റൈറ്റ്? സോ ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്, സോറി റിട്ടാർഡേഷൻ ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പൊ ആക്സലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. സോ ദ ആൻസർ ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഇങ്ങനെ പറയാം, റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ. A car moving along a straight highway with a speed of 126 km per hour brought to stop within a distance of 200 meters. What is the retardation of the car and how long does it take to stop the car? Right? അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ് സിറ്റുവേഷൻ? നമ്മൾ കാണുന്ന സമയത്ത് കാർ മൂവ് ചെയ്യാണ്. സോ for us the initial condition is car is moving with a velocity of 126 kilometer per hour, and we know how to convert this kilometer per hour into meter per second. What is the SI unit of velocity? It is meter per second. So kilometer per hour should be converted to meter per second. So to convert kilometer per hour into meter per second, we should multiply with 5 by 18. So that is equal to 35. 35 meter per second is the answer. Then the car is brought to rest, right? That means what? The final velocity v is equal to 0. It travel a distance of 200 meter during this time. That means s is equal to 200 meter. What is the retardation? That means a is equal to what? And how long does it take to stop the car, or what is the time taken to stop the car?
അപ്പോൾ നമുക്ക് തന്നതെല്ലാമാണ് വി അറിയാം, യു അറിയാം, എ നമുക്ക് കാണണം, എസ് തന്നിട്ടുണ്ട്, റൈറ്റ്? സോ ഹൗ ടു കണക്ട് ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്? വി യു എ എസ്, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, റൈറ്റ്? അപ്പൊ ഇങ്ങനെ ഡാറ്റ എഴുതി കഴിഞ്ഞാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ് നമുക്ക് പ്രത്യേകിച്ച് ധാരണ വരിക. അപ്പൊ എല്ലാ ഇക്വേഷനും എന്ത് ചെയ്യണം? നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ക്വസ്റ്റ്യൻ റിട്ടാർഡേഷൻ കാണാനാണ്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ റിട്ടാർഡേഷൻ കാണാനാണ്. പക്ഷെ രണ്ട് അപ്രോച്ചാണ്. ഓക്കെ. സോ ഏത് പ്രോബ്ലത്തിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എത്രയാണ്? 35 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ നമുക്കറിയില്ല, ഇൻറ്റു എസ് എത്രയാണ്? 200. ദാറ്റ് ഈസ് ഈക്വൽ ടു 1225 പ്ലസ് 400a. Right, that implies 400a is equal to minus 1225, or a is equal to minus 1225 divided by 400. That is equal to negative 3.06 meter per second square. So that is the retardation, right? Again, this negative sign indicate this is retardation, right? Retardation is defined as the negative acceleration. Then how long does it take to stop the car? എത്ര സമയം കൊണ്ടാണ് കാർ നിന്നത്? അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റും? നമുക്ക് ടി ആണ് കാണേണ്ടത്, അല്ലേ? ഇപ്പൊ നമുക്ക് വി അറിയാം, യു അറിയാം, എ നമ്മൾ കണ്ടു കഴിഞ്ഞു, ടി നമുക്ക് കാണണം. സോ ഹൗ ടു കണക്ട് ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്? വി യു എ ടി, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. Okay, so v is equal to u plus at implies what is v? V 0 ആണ്. കാർ നിന്ന് കഴിഞ്ഞു, ഫൈനൽ വെലോസിറ്റി 0. u എത്ര? ഇനീഷ്യൽ വെലോസിറ്റി 35 നമ്മൾ കണ്ടു കഴിഞ്ഞു, പ്ലസ് എ എത്രയാ? മൈനസ് 3.06 ഇൻറ്റു ടൈം is t, right? So 3.06t is equal to 35 എന്ന് കിട്ടും, അല്ലേ? Therefore t is equal to 35 divided by 3.06. That is equal to 11.4 seconds. So the answer is 11.4 seconds. Next one, a body is thrown vertically up from the top of a building with a velocity of 10 meters per second. It reaches the ground in 5 seconds. Find the height of the building and the velocity with which the body reaches the ground. So this is the situation. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെ? ആ ബിൽഡിങ്ങിന് ടോപ്പിൽ നിന്ന്, എ എന്ന് പറഞ്ഞ പോലെ ടോപ്പ്, ഇവിടുന്ന് ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞു, ബോഡി മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ വേർട്ടിക്കലി അപ്പാണ്, കണ്ടില്ലേ? എറിഞ്ഞത് ഇങ്ങനെ വേർട്ടിക്കലി അപ്പാണ്. അപ്പൊ വേർട്ടിക്കലി അപ്പ് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പോയ വഴി കൂടെ തന്നെ ഏകദേശം താഴേക്ക് തിരിച്ചു വരും. ഇത്രയും വൈഡായിട്ട് പോവില്ല, ഏകദേശം പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ദൂരം പ്ലസ് എക്സ് ആണെങ്കിൽ അത്രയും ദൂരം താഴേക്ക് വരുന്ന സമയത്ത് എത്രയായി? ഇത് മൈനസ് എക്സ് ആയി, അല്ലേ? അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് അത്ര ദൂരം താഴേക്ക് സഞ്ചരിച്ച് കഴിയുമ്പോൾ what is the total displacement? അത് 0 ആയിട്ട് മാറി, റൈറ്റ്? പിന്നെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറി. പക്ഷെ കല്ല് അല്ലെങ്കിൽ ബോഡി ഇവിടെ നിൽക്കില്ല, അത് വീണ്ടും താഴേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ടിൽ മുട്ടും, റൈറ്റ്? അപ്പോൾ നമ്മൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ എസ് എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? ഇത് മാത്രമേ നമുക്ക് എസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്, അല്ലേ? ഈ വസ്തു നേരെ മുകളിൽ പോയിട്ട് അത്ര തന്നെ ഡിസ്റ്റൻസ് തിരിച്ചു വന്ന് എന്തായിട്ട് പോകും? പരസ്പരം ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന കണ്ടീഷൻ. ലെറ്റോ ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഓർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അതിന്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്രയും ഭാഗത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ കല്ല് ഇവിടെ നിൽക്കില്ല, കല്ല് താഴെ ഗ്രൗണ്ടിൽ പോയിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദിസ് എസ്. ഈ എസ് ശരിക്കും എന്താണ്? എസ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുക? നമ്മൾ ഇവിടുന്ന് എറിഞ്ഞിട്ട് കല്ല് മുകളിലേക്ക് പോയിട്ട് നേരെ താഴേക്ക് വരിക ആയതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് അല്ലേ? സാധാരണ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ പലപ്പോഴും മെഷർ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു മെഷർമെന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളാണ് അപ്വേർഡ് ആണ്, റൈറ്റ്? അപ്പൊ നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി പഠിച്ചു കഴിഞ്ഞു. ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് എന്ത്? പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി താഴേക്ക് ഇത് വരുന്ന സമയത്ത് അതിന്റെ ആക്സലേഷൻ എന്താണ്? ഇറ്റ് ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേപോലെ താഴേക്കാണ്. അപ്പൊ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത് നമ്മൾ സൈൻ കൺവെൻഷൻ പ്രകാരം. അപ്പോൾ ഡയറക്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് താഴേക്കുള്ള ആക്സലേഷൻ ഒരു ഗ്രാവിറ്റി എന്താണ്? നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 5 seconds. So t is equal to t is equal to 5 seconds. So now applying this equation, s is equal to ut 10 into 5 plus half into at square എന്ന് പറയുന്നത് നമുക്ക് എന്താ? gt square ഉള്ളത് അല്ലേ? എക്ക് വരും g ഉള്ളത്. So it is minus 10 into t square is 25. 5. So is equal to what? 10 into 5 is 50 minus 5 into 25 is 125. So 50 minus 125 is equal to 75. So minus 75 meter is the height of the building, or simply height of the building is equal to 75 meter. ഇവിടെ നെഗറ്റീവ് കാരണം എന്താണ്? നമ്മൾ നടത്തിയ മെഷർമെന്റ് എന്ന് പറയുന്നത് മുകളിൽ താഴേക്കാണ്. കാരണം ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഒരു അപ്പോ ഡയറക്ഷൻ ഇസ് പോസിറ്റീവ്. താഴേക്കുള്ള ഡയറക്ഷൻ ആണ് എന്ത്? മുകളിലേക്കുള്ള ഡയറക്ഷൻ ആണ് എന്ത്? പോസിറ്റീവ്. അപ്പോൾ ഡയറക്ഷൻ നെഗറ്റീവ് ആയതിന് മീനിങ് എന്താണ്? നമ്മുടെ മെഷർമെന്റ് നമ്മളെ എടുത്ത ഹൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ആൻസറിൽ അവിടെ നെഗറ്റീവ് എന്ന്. എനിവേ ദ ഹൈറ്റ് ഈസ് 75 മീറ്റർ. വാട്ട് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോഡി റീച്ചസ് ദ ഗ്രൗണ്ട്? അപ്പൊ നമുക്ക് എന്ത് കാണണം? ഫൈനൽ വെലോസിറ്റി കാണണം. അപ്പൊ യു ആണത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് വി കാണണം. വാട്ട് ഈസ് വി? എത്ര വെലോസിറ്റിയിലാണ് ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആണ് അല്ല? ഇത് മുകളിൽ നിന്ന് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് അത് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴത്തെ ഗ്രൗണ്ടിൽ മുട്ടിയാൽ അതിന്റെ വെലോസിറ്റി എന്താണ്? മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഗ്രൗണ്ടിൽ ജസ്റ്റ് മുട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് മുട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 അല്ലേ എന്ന് ആരും സങ്കല്പിച്ചു പോകും അല്ലെ? ഗ്രൗണ്ടിൽ വീണ് കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. പക്ഷെ അത് ഗ്രൗണ്ടിലേക്ക് റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ആ അവസാന നിമിഷത്തെ വെലോസിറ്റിയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വെലോസിറ്റിയിലാണ് ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് എന്നത് എത്ര വേഗത്തിലാണ് എറിഞ്ഞത് എന്നതിനെ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് സപ്പോസ് ഓക്കെ 10 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ വസ്തുവിനെ മുകളിലേക്ക് എറിയുന്നത് അല്ലേ? അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡിലാണല്ലോ പോട്ടെ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ കല്ലിനെ മുകളിലേക്ക് എറിയുന്നത്. അപ്പൊ ഈ കല്ല് മുകളിലേക്ക് പോയിട്ട് മടങ്ങാൻ കാരണം എന്താണ്? മുകളിലേക്ക് പോകും തോറും കല്ലിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ 9 മീറ്റർ പെർ സെക്കൻഡ് ആവുക, 8 ആവുക, 7 ആവുക, 6 ആവുക, 4 ആവുക, അങ്ങനെ 0 മീറ്റർ പെർ സെക്കൻഡ് അഥവാ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പിന്നെ കല്ല് മുകളിലേക്ക് പോകില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറിക്കഴിഞ്ഞു. 0 ആയിട്ട് മാറിക്കഴിഞ്ഞാല് പിന്നെ ഭൂമിയുടെ ആക്സലറേഷനെ കൊണ്ട് അത് താഴേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ താഴേക്ക് പതിക്കുന്ന വേഗത എന്ന് പറയുന്നത് ഒരിക്കലും എറിഞ്ഞ വേഗതയെ ആശ്രയിക്കുന്നില്ല. 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാലും 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാലും 100 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാലും ഒക്കെ താഴേക്ക് പതിക്കുന്ന വേഗത എന്ന് പറയുന്നത് ഈ വേഗതയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് മുകളിൽ താഴേക്ക് വരുന്ന ഒരു യാത്ര അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തെടുക്കാം? ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u is equal to 0 ആണ്. 0-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ താഴേക്ക് വരുന്നതോറും വേഗത കൂടി 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 ഒരു നിശ്ചിത വേഗത v എത്തിച്ചേരുന്നു. റൈറ്റ്?
അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു എന്താണ്? സ്റ്റാർട്ടിങ് 0 ആണ്. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 പ്ലസ് എത്ര ആക്സലേഷൻ? താഴേക്ക് വരുന്ന സമയത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എ അല്ലേ ആക്സലേഷൻ. ഇത് നെഗറ്റീവ് അല്ല. കാരണം എന്താണ്? ഈ ഇവിടുന്ന് ഒരു യാത്ര, ഈ കല്ലിന്റെ ഈ ബോഡിയുടെ യാത്ര ഫ്രഷ് ആയിട്ട് പുതിയ യാത്രയെന്ന് പറഞ്ഞു. സോ യു ഇസ് ഈക്വൽ ടു 0 ഡൗൺവേർഡ് ആണ് അല്ലെ. ഇനീഷ്യലി ഇതിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ താഴേക്കാണ്, ഡൗൺവേർഡ് ആണ്. സോ ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് പോസിറ്റീവ്. സോ ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് പോസിറ്റീവ് മീൻസ് ജി ഈസ് പോസിറ്റീവ്. സോ എ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ദാറ്റ് 10 ഈസ് പോസിറ്റീവ് ഇൻറ്റു ടി. എത്ര സമയം കൊണ്ടാണ് ഈ കല്ല് താഴേക്ക് എത്തുന്നത്? 5. ആകെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ഓക്കെ, അത് ഇവിടുന്ന് യാത്ര ചെയ്ത് താഴേക്ക് എത്താൻ വേണ്ട സമയമാണ് 5 സെക്കൻഡ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് മാത്രം ഈ ടോപ്പിൽ നിന്ന് താഴേക്ക് എത്താൻ ആവശ്യമായുള്ള സമയമാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് മുകളിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള സമയം കാണാം. അതെങ്ങനെ കാണാം? അത് കാണാൻ വേണ്ടി നമുക്ക് ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കൊടുക്കാം. മുകളിലെത്തിയെന്ന് സംഭവിക്കും, വെലോസിറ്റി 0 ആയിട്ട് മാറല്ലോ. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? ഇവിടുത്തെ വെലോസിറ്റി, ഈ താഴെയുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മുകളിലെത്തുന്ന സമയത്തുള്ള വെലോസിറ്റി എത്രയാ? ഇത് 0 ആണ്. അപ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി എത്രയാ? 0 ആണ്. പ്ലസ് എ ടി. എ ടി എന്താണ്? നെഗറ്റീവ് ആണ് കിട്ടുക. കാര്യം എന്താ? താഴേന്ന് മുകളിലേക്ക് വന്ന സമയത്ത് ഇനീഷ്യൽ ഡയറക്ഷൻ അപ്വേർഡ് ആണ്, പോസിറ്റീവ് എടുത്തു. ജി എല്ലായ്പ്പോഴും ഡൗൺവേർഡ്, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഇൻറ്റു ടി അല്ല. സോ ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -10 -10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് കിട്ടി. അപ്പോൾ 1 സെക്കൻഡ് സമയം കൊണ്ടാണ് താഴെ നിന്ന് മുകളിലേക്ക് എത്തിയത്. അപ്പോൾ ആകെ സമയം 5 സെക്കൻഡ്. അതിൽ 1 സെക്കൻഡ് സമയം താഴെ നിന്ന് മുകളിലേക്ക് എത്താൻ എടുത്തു. അപ്പോൾ ഈ സമയത്ത് എന്തായിരിക്കും? ബാക്കി സമയം വരുന്നത് 4 സെക്കൻഡ് അല്ലേ. താഴെ ഈ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് എത്താൻ വേണ്ട സമയം ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. അതാണ് നമുക്കിവിടെ ആവശ്യം. സോ 4 സെക്കൻഡ്. So that is equal to what? 10 into 4 is equal to 40. So 40 meter per second is the answer.